അതിൽ ആര് ജയിക്കുന്നു ആര് പരാജയപ്പെടുന്നു എന്നതല്ല. അതിലപ്പുറം നേരത്തെ പറഞ്ഞ മാതിരി ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മളൊന്നും ഇങ്ങനെ മനസ്സിലാക്കിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആവുമ്പോൾ മനസ്സിലേക്ക് അത് കയറി ഇരിക്കാനൊരു എളുപ്പമാർഗമായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തിരഞ്ഞെടുക്കാന്ന് മാത്രം. അല്ലാതെ അതിലെ വിജയമോ പരാജയമോ അല്ല. നമ്മളൊരു ചോദ്യമോ അല്ലെങ്കിൽ ഒരു ചരിത്രമോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷമാവും ചോദ്യം. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലേക്കൊരു അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ബോധം നമുക്കുണ്ടാവും, ഒരു അറിവുണ്ടാവും. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഹാജറുള്ളവർ അന്ന് പിന്നെ വിടവാങ്ങൽ പ്രസംഗം എന്നൊക്കെ പറയാലോ, അല്യൗമ അക്മൽതു ലക്കും എന്നൊക്കെയുള്ള ആയത്ത് ഇറങ്ങിയിട്ടുള്ള സംഭവം. ഇവിടെ ഹാജറുള്ളവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ സഹാബികൾ എന്ത് ചെയ്തു? ഈ ഒരു വാക്കിട്ട് കേട്ടേക്ക് തന്നെ സഹാബികളൊക്കെ ഓരോരുത്തരുടെ ഒട്ടകം ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നിരുന്നത് അവിടുന്ന് വേറൊരു ഭാഗത്തേക്ക് തിരിക്കുക പോലും ചെയ്യാതെ അതിന്റെ പുറത്ത് കയറി നേരെ പോയി. ഇങ്ങനെ പോയ ഒരു സഹാബിയാണ് ഉഖബത്ത് ബിൻ നാഫിഅ്. ഞാൻ ആ പേരല്ല ചോദിക്കുന്നത്, മറ്റൊരു അവസ്ഥയിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഉഖബത്ത് ബിൻ നാഫിഅ് എന്ന സഹാബി. ഈ സഹാബി ഇങ്ങനെ പോയിട്ട് പിന്നെ അവരിങ്ങനെ പോവുകയാണ്. അവിടൊക്കെ പോകുന്ന വഴിക്കൊക്കെ ദീനി പ്രബോധനം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മൊറോക്കോയിലെത്തി ഒരു സഹാബി. മൊറോക്കോയിൽ ഒരു സഹാബി എത്തി. അങ്ങനെ ഇവരൊക്കെ എന്താ ചെയ്യാ? നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഇങ്ങനെ നേരെ പോവാണ്. അങ്ങനെ മൊറോക്കോയിൽ എത്തിയപ്പോ പിന്നെന്ത് ചെയ്തു? അവിടെ കടൽ വന്നാൽ പിന്നെ നേരെ പോകാൻ പറ്റൂല. എന്നാൽ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അവിടെ പ്രബോധനമൊക്കെ നടത്തിയിട്ട് ഇപ്പോ ആ സഹാബിയുടെ ഖബർ അവിടെയാണ്. ഈ മൊറോക്കോയിലെ ആ ഖബറുള്ള സ്ഥലത്തിന്റെ പേരെന്താണെന്നാണ് എന്റെ ചോദ്യം. സംഭവം പിടുത്തം കിട്ടിയല്ലോ, ചോദ്യം പിടുത്തം കിട്ടിയല്ലോ, ആ സംഭവത്തിന്റെ ആ വിശദീകരണം കുറച്ചെങ്കിലും മനസ്സിൽ കയറിയിട്ടുണ്ടല്ലോ. അഥവാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലിയുബല്ലിഗു ഷാഹിദുൽ ഗായിബ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബികൾ പല ദിക്കിലേക്കും അവർ യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഉഖബത്ത് ബിൻ നാഫിഅ് എന്ന സ്വഹാബി എന്ത് ചെയ്തു? നേരെ പോയി മൊറോക്കോയിലെത്തി. അവിടെ എത്തിയ പിന്നെ കടലിലെടുക്കാണ്. കടലിലേക്കാത്തതുകൊണ്ട് പിന്നെ നേരെ പോകാൻ പറ്റില്ല. പിന്നെ അവിടെ പ്രബോധനം ചെയ്ത് അവിടെ എന്തായി? അവിടെയാണ് ഇപ്പോൾ ഖബറുള്ളത്. ആ സ്ഥലത്തിന്റെ പേരെന്താണ് എന്നാണ് എന്റെ ചോദ്യം. കിട്ടുവോ? എന്താ ക്വിസ്? ഒരു എന്റെ ശബ്ദം കേൾക്കുന്നില്ല. അതോ ആലോചിക്കുകയാണോ അതോ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണോ? എന്താണ്? കേൾക്കുന്നില്ലല്ലേ? ഇനി അങ്ങനെ വല്ലാതെ പിന്നെ എന്താക്കാൻ ടൈം കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഗൂഗിളൊക്കെ തുറന്നതൊക്കെ അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്തിട്ട് എടുക്കാറാകുമ്പോഴത്തിന് ഞാൻ ഉത്തരം പറയാണ്. മൊറോക്കയിലെ തഞ്ചർ എന്ന സ്ഥലത്താണ്. അതായത് സ്പെല്ലിംഗ് TANGER, തഞ്ചർ. ഇനി നിങ്ങൾ എങ്ങനെ ഉഷാറാക്കി പറഞ്ഞാലും വേണ്ടില്ല, അതിന്റെ പേര്, ആ സ്ഥലത്തിന്റെ പേരാണ് പിന്നെ തഞ്ചർ. നമ്മളെ ഗോകുലത്തിൽ നമുക്ക് പോയാൽ ഇങ്ങനെ അടിച്ചിട്ട് ആ സ്ഥലമൊക്കെ കാണാൻ സാധിക്കും. ഒരു കടൽ തീരം ടൗൺ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ സ്പെല്ലിംഗ് TANGER, തഞ്ചർ എന്നല്ല വായിക്കാം. നമുക്ക് ഇംഗ്ലീഷിലൊന്നും വലിയ പഴയ 8ാം ക്ലാസ്സുകാരനാണ്. അപ്പോ ഞാനിങ്ങനെ പറയാന്ന് മാത്രം. ഓക്കെ, തഞ്ചർ TA ആണ്. തഞ്ചർ എന്നാണ് ഗോകുലത്തിലൊക്കെ അങ്ങനെയാണ് അവിടെ അതിന്റെ സ്പെല്ലിംഗ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം പിന്നെ നമുക്കറിയാലോ, മൂസാ നബിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മൂസാ നബി മലമുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് ഇപ്പൊ ചെരുപ്പ് അയച്ചു വെക്കണം എന്നാണ്. ചെരുപ്പ് അയക്കാൻ വേണ്ടിട്ട് അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടായില്ല. ഇതിന് കാരണം
അവിടെ എത്തിയപ്പോ ചെരുപ്പ് അയക്കാൻ അല്ലാഹു തആല പറയാനുള്ള അതിന്റെ കാരണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിന് കാരണം എന്നുള്ളത്, അവിടെ ചെരുപ്പ് അയക്കാൻ എന്താണ് കാരണം എന്നുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ചെരുപ്പ് അയക്കണം എന്ന് പറഞ്ഞ് അല്ലാഹു തആല പറയാനുള്ള കാരണം പണ്ഡിതന്മാര് പറയുന്നുണ്ട്. എന്താണതിന് കാരണം? നമ്മളൊക്കെ എന്ത് കേട്ടിട്ടുണ്ട്? മൂസാ നബി പിന്നെ ഈ സംഭവത്തിൽ അല്ലാഹു തആല ചെരുപ്പഴിക്കണം എന്നൊക്കെ. ബർക്കത്തായ സ്ഥലമാണെന്ന്, ബർക്കത്തായ സ്ഥലമാണെങ്കിൽ ആ ബർക്കത്തിനൊരു കാരണം കൂടി എഴുതി. ആ ബർക്കത്തിന് എന്താണ് അവിടെ കാരണം? എല്ലാ മലക്കും ബർക്കത്തുണ്ടോ? എല്ലാ മലക്കും ബർക്കത്തുണ്ടോ? ആ മലക്ക് ബർക്കത്ത് മക്ബറ വരട്ടെ, അഭിപ്രായങ്ങൾ വരട്ടെ. എന്താണ് ഓരോരുത്തർ എഴുതി ഓരോരുത്തർ അഭിപ്രായം. അംബിയ ചുട്ടുപൊള്ളുന്നെന്ന് പറഞ്ഞ കാര്യം. ചുട്ടുപൊള്ളുന്ന് പറഞ്ഞാല് കുറച്ചിങ്ങനെ വരുന്നുണ്ട്. കറക്റ്റ് ഉത്തരം ചെയ്യെങ്കിലും ചെറുതായാലും പിന്നെ ഞാൻ ലാസ്റ്റ് കറക്റ്റ് പറഞ്ഞുകൊണ്ട് തോറാത്ത് ഇറങ്ങിയ സ്ഥലം. ഓക്കെ, അതിന് പണ്ഡിതന്മാരവിടെ പറയണതേ അവിടെ 70ഓളം അമ്പിയാക്കള് അവിടെ ആടുമേച്ച് നടന്ന സ്ഥലമാണ്. അങ്ങനെ ബർക്കത്തായതാണ്. 70ഓളം പ്രവാചകന്മാർ പിന്നെ എന്ത് ചെയ്തു? അവിടെ ആടിനെ നോക്കി നടന്നിരുന്നു. അങ്ങനെ ഉള്ള ബർക്കത്തായപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ് അവിടെ പിന്നെ ചെരുപ്പഴിക്കാൻ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം നമുക്കറിയാം. നിങ്ങൾ സംഘടന ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾ ശബ്ദം ഉയർത്തരുത്, അങ്ങനെ റസൂലുള്ളാഹിനേക്കാൾ ഫോക്കസ് ഓഫ് നബി എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വാക്കുകളൊക്കെ അമലുകളൊക്കെ നഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എന്ത് ശബ്ദം ഉയർത്താൻ പാടില്ല. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല. അപ്പൊ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നാൽ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞാല് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം എത്ര ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാണല്ലോ. അങ്ങനെയല്ല, ഈ ശബ്ദം ഉയർത്തുക ചെറുത് വലുതെന്നൊക്കെ പറഞ്ഞാൽ ആപേക്ഷികമല്ല. ഒരു സാധനം എത്ര ഉണ്ട്, പിന്നെ അതിനേക്കാൾ വലുതാണെങ്കിൽ ആ ചെറിയ സാധനം എത്ര എന്നറിയണം. അപ്പോൾ അതിന്റെ വലുത് എത്ര എന്നൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഉയർന്ന ശബ്ദം താഴ്ന്ന ശബ്ദം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഏതിനേക്കാളാണോ ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം ആദ്യം കേൾക്കണം. അപ്പോഴല്ലേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് മുണ്ടാതെ നിൽക്കണം എന്നാണ്. മുണ്ടാതെ അവിടെ നിൽക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് വരെ മുണ്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ തുടങ്ങിയാലാണ് ഇത്ര ഉണ്ട് ആ ശബ്ദം എന്ന് അറിയുള്ളൂ. അപ്പോഴാണ് അതിനേക്കാൾ താഴ്ത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ മറ്റൊരു അർത്ഥം എന്താണ്? ഈ പറഞ്ഞതിന്റെ മറ്റൊരു അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിൽ ചെന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? മിണ്ടാൻ പാടില്ല. മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് പിന്നെ സംസാരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തുടങ്ങിയാൽ അപ്പൊ അതിനേക്കാൾ കുറച്ചിട്ട് സംസാരിക്കണം. എന്നാൽ അതിന്റെ ചോദ്യം അവിടെയല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് റസൂലുള്ളാഹിന്റെ റോദന്റെ അവിടെ വെച്ചിട്ട് രണ്ട് ആളുകൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് സംസാരിച്ചു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ് ചോദിച്ചു. നിങ്ങൾ എവിടുത്തുകാരാണ് ചോദിച്ചു. അപ്പോ അവർ ഇന്ന സ്ഥലത്തു നിന്നാണ് എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങളൊക്കെ മദീനക്കാരനായിരുന്നെങ്കിൽ ഈ ചാട്ടവാറിന്റെ ചൂട് നിങ്ങളതൊക്കെ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. എന്നാൽ എന്റെ ചോദ്യം അവിടെ അറിയാം. ആ രണ്ടാളുകൾ ആ ശബ്ദം ഉണ്ടാക്കി ഉയർത്തി സംസാരിച്ച റൂബന്റെ അവിടെ വെച്ച് സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ എതിർത്തു. നിങ്ങൾ എവിടത്തുകാരാണ് എന്ന്, എവിടെ നിന്ന് വന്നവരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നത് എന്ന് പറഞ്ഞു.
ഏത് സ്ഥലത്ത് നിന്ന് വന്നവരാണ്? അതാണ് എന്റെ ചോദ്യം. മറുപടി വരട്ടെ. ഏത് സ്ഥലത്ത് നിന്ന് വരാനാണ്? കൂഫ എന്ന് എഴുതിയിട്ടുണ്ട്, ത്വായിഫ് എന്ന് എഴുതിയിട്ടുണ്ട്, ത്വായിഫ് എന്ന് എഴുതിയിട്ടുണ്ട്. വരട്ടെ വരട്ടെ. അർക്ക പോയിന്റ് എന്താണ്? ആർക്ക പോയിന്റ് ഇതല്ലേ? ശരി. ത്വായിഫ് എന്ന് എഴുതിയിട്ടുണ്ട്, ത്വായിഫ് എന്ന് എഴുതിയിട്ടുണ്ട്, കൂഫ എന്ന് എഴുതിയിട്ടുണ്ട്. ത്വായിഫ് ഒരു ഉഷാറ് കിട്ടുന്നില്ല. ആളുകൾ കുറച്ചുള്ളതുകൊണ്ട് 3-4 ആളുകൾ മാത്രമുള്ളൂ ഉണർന്നിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും നിർച്ചടിക്കാതെ ഇത്ര കുറച്ചൊക്കെ ആളുണ്ട് എന്നൊന്നും തോന്നട്ടെ. നമ്മൾ പിന്നെ ഒന്നുകൂടെ ഇളകട്ടെ അവിടെ. ഏതായാലും അതിന്റെ ശരിയായ മറുപടി വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വന്ന ഉത്തരം ആ 2 പേരും ത്വായിഫ്കാരായിരുന്നു. അപ്പോൾ അതിന്റെ ആദ്യമായിട്ട് ത്വായിഫ് എന്നടിച്ചത് ആരാ? ശംസു. ആദ്യം ത്വായിഫ് എന്നടിച്ചതാരാണ്? ദുൽദുൽ എന്ന ഐഡിയ എന്താ കളറും പക്ഷല ഗ്രീൻ കൊണ്ടുപോയിട്ടുള്ളത് ദുൽദുലാണ് കൊണ്ടുപോയത്. ഇനി അപ്പോ ചോദ്യം കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ലൗഹ് ഖലം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അർശ്, കുർശി, ലൗഹ്, ഖലം ഒക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. എന്നാൽ എന്റെ ചോദ്യം അല്ലാഹു തആല ലൗഹിനെയും ഖലമിനെയും സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു തആല ഖലമിനോട് പറഞ്ഞു, നീ ലൗഹിൽ പോയിട്ട് എഴുതുക എന്ന് പറഞ്ഞു. അല്ലാഹു തആല ഖലമിനെയും ലൗഹിനെയും സൃഷ്ടിച്ചു. ഖലമിനോട് പറഞ്ഞു ലൗഹിൽ എഴുതുക എന്ന് പറഞ്ഞു. അപ്പോ അല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോ അല്ലാഹു തആല ഇന്നത് എഴുതൂ എന്ന് പറഞ്ഞു. ആ വാക്ക് എന്താണ്? അവിടെ ആദ്യമായിട്ട് ലൗഹിൽ എഴുതിയ വാക്ക് എന്താണ് എന്നാണ് ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിസ്മില്ലാഹി അതിന്റെ ഐഡിന്റെ പേരാണ്. ബിസ്മില്ലാഹി പിന്നെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് ബിസ്മി. വരട്ടെ. ശരിയായ ഉത്തരം വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലമിനെയും ലൗഹിനെയും സൃഷ്ടിച്ചു. ഖലമിനോട് പറഞ്ഞു ലൗഹിൽ പോയിട്ട് ഇന്നത് എഴുതുക പറഞ്ഞു. എഴുതുക എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്താണ് എഴുതേണ്ടത്? അപ്പൊ ഇന്നതാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. ആ വാക്കിന്റെ മറുപടി വന്നിട്ടില്ല. അവിടെ എഴുതാൻ പറഞ്ഞത് ഉക്തുബ് റഹ്മ, അർ-റഹ്മാൻ എന്നല്ല റഹ്മ. ചോദ്യം പറഞ്ഞുപോയി. ഉക്തുബ് റഹ്മ എന്നാണ് അല്ലാഹു തആല പറഞ്ഞു. റഹ്മ എന്ന വാക്ക് എഴുതണമെന്നാണ്. റഹ്മ അതാണ് അല്ലാഹു തആലയുടെ റഹ്മത്തിന്റെ പ്രത്യേകതയാണ്. റഹ്മത്ത് എന്ന വാക്കാണ് അല്ലാഹു തആല ലൗഹിൽ ആദ്യമായിട്ട് എഴുതിച്ചത്. ഖലമിനോട് എഴുതാൻ പറഞ്ഞു റഹ്മ, ഉക്തുബ് റഹ്മ എന്ന്. ഉക്തുബ് എന്ന് പറഞ്ഞാൽ പെടില്ല, റഹ്മ എന്നാണ് അല്ലാഹു തആല പറഞ്ഞതാണ്. ഉക്തുബ് നീ എഴുതി റഹ്മ എന്ന വാക്കിന് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ആ ചോദ്യം കഴിഞ്ഞു. ഇനിയുള്ളത് അടുത്ത ചോദ്യം ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഖൈബർ യുദ്ധത്തിലെ സലമത്ത് ബിൻ അക്വ എന്ന സ്വഹാബി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ കൈയിന് വെട്ടുകൊണ്ടു, കൈ മുറിഞ്ഞു. അങ്ങനെ സലമ പറഞ്ഞു, എന്നെ ഉടൻ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. കൈ മുറിഞ്ഞേക്കന്നെ ഉടനെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുവരണം പറഞ്ഞു. കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, എന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, എനിക്ക് ശരിയാക്കി കിട്ടണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ശരിയാക്കണോ എന്ന് ചോദിച്ചു. എനിക്ക് ശരിയാക്കാൻ, എനിക്ക് ഈ കൈ കൊണ്ട് ഇനിയും യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സംഭവം ചരിത്രങ്ങൾ ഇങ്ങനെ സംഭവം പറയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ കൈ മുറിഞ്ഞത് കൈ മറ്റ് ആ മുറിഞ്ഞ ഭാഗത്തുകൾ കൂട്ടിവെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഉമനീര് പിന്നെ ചൂണ്ടുകാരിൽ കൊണ്ട് ഉമനീര് തേച്ചു. അങ്ങനെ അത് ശരിയായി വീണ്ടും ആ യുദ്ധത്തിൽ തന്നെ സലമ പങ്കെടുത്തു എന്നൊക്കെ ചരിത്രമുണ്ട്. എന്നാൽ ചോദ്യം വരാൻ പോണ്. ഈ സംഭവമൊക്കെ നിങ്ങൾ ഓർമ്മ വന്നു.
അങ്ങനെ കൈയൊക്കെ ശരിയായി. അങ്ങനെ പിന്നെ അതിനുശേഷം ഒരു യുദ്ധത്തിൽ യുദ്ധസംഘത്തിന്റെ കൂടെ അങ്ങനെ ഇവര് പോയിട്ട് ഈ സലമ ഇറാഖിൽ വന്നു. അവിടെ വെച്ചിട്ട് സലമ മരിച്ച് അതിന് മുമ്പ് പിന്നെ എന്തായിരുന്നു, ഈ സലമന്റെ അടുത്ത് ഈ ഇറാഖിലായിരുന്ന സമയത്ത് തന്നെ സഹാബികളൊക്കെ എന്ത് ചെയ്തിരുന്നു, മദീനത്തു നിന്നൊക്കെ ഈ സലമ അവിടെ ആയിരുന്ന മദീനത്തായിരുന്ന സമയത്ത് തന്നെ സലമന്റെ കൈയൊക്കെ ആളുകളൊക്കെ സഹാബികളൊക്കെ ഇങ്ങനെ മുത്തുമായിരുന്നു ഈ റസൂലുള്ളാഹിന്റെ ഈ ബർക്കത്ത് കാരണം. ഏതായാലും ഇറാഖിലേക്കൊക്കെ പിന്നെ ഈ സലമന്റെ കൈ മുത്താൻ ഉദ്ദേശിച്ചിട്ട് തന്നെ ഇറാഖിലേക്ക് സഹാബികൾ പോയിരുന്നു എന്നാണ് ചരിത്രം. ഈ എന്തിന്റെ പേരിലാണ് കൈമുട്ടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ കൈ മുറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതവിടെ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഉമിനീര് അവിടെ പുരട്ടിയതിന്റെ ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ആ കാലത്ത് തന്നെ മദീനത്തായിരുന്ന സമയത്ത് തന്നെ എന്തായാലും സഹാബികൾ കൈപിടിച്ചു മുട്ടിയിരുന്നു. അങ്ങനെ കാലശേഷം ഈ സലമ ഇറാഖിലേക്ക് പോയി അവിടെ താമസാക്കി. ഈ സമയത്ത് തന്നെ ഈ മദീനയിൽ നിന്ന് ഈ സലമനെ കയ്യുമുത്താൻ വേണ്ടിയിട്ട് മാത്രം എന്തായിരുന്നു സഹാബികൾ സലമന്റെ അടുത്ത് ചെന്നിരുന്നു ഇറാഖിലേക്ക്. ലാ തുഷദ്ദു റിഹാല ഇല്ലാ ഇലാ സലാസത്തി മസാജിദ എന്നൊക്കെ പറയുന്നതിന് ഒരു വാക്ക് കൂടിയാണിത്. 3 പള്ളിയിലേക്കല്ല എന്ന് യാത്ര പോകാൻ പാടില്ല എന്നുള്ളവർക്ക് ഒരു മറുപടി കൂടിയാണിത് ഈ സംഭവം. ഏതായാലും എന്റെ ചോദ്യം വരാൻ പോവാണ്. സംഭവം നിങ്ങൾക്ക് പിടിച്ചം കിട്ടിയല്ലോ. ഇറാഖിലേക്ക് ആരെത്തിയിട്ടുണ്ട്? പിന്നെ സലമ എത്തിക്കണം. എന്നാൽ ആ ഇറാഖിൽ പിന്നെ ഏത് അതിന് എങ്ങനെ ചോദിക്കുക, ഇറാഖിലത്തെ ഏത് മന്ത്യക അല്ലെങ്കിൽ ഏത് ഗ്രാമത്തിലായിരുന്നു ഇപ്പോ സലമ ഉണ്ടായിരുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഇറാഖിലെ ഏത് ഗ്രാമത്തിലാണ് സലമ ഉണ്ടായിരുന്നത്? കൂഫ അല്ല, ബസറല്ല, കൂഫയല്ല. അതിന്റെ ശരിയായ വാക്കിൽ വരണം ഒരു ഗ്രാമം എന്നാണ്. ഗ്രാമത്തിന്റെ പേര് ആവണം. ബസറ എന്ന് പറഞ്ഞ ഗ്രാമവോ കൂഫ എന്ന് പറഞ്ഞ ഗ്രാമവോ? ഇതിൽക്കും അപ്പറായി ആക്കപ്പെട്ട ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല. വരട്ടെ മറുപടി വരട്ടെ. സംഭവം പിടുത്തം കിട്ടിക്കണല്ലോ, ചരിത്രം മനസ്സിലാക്കണല്ലോ. സലമത്ത് ബിൻ അക്വ എന്നാണ് സഹാബിയുടെ പേര്. ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തു, കൈ മുറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൂട്ടിച്ചേർത്ത് ഷറഫാക്കട്ട ഉമിനീര് തേച്ചു. അത് പൂർവ്വ പഴയ അവസ്ഥയിലായി. ആ യുദ്ധത്തിൽ തന്നെ ആ സഹാബി ആ കൈ കൊണ്ട് തന്നെ വീണ്ടും യുദ്ധം ചെയ്തിരുന്നു. ഏതായിരുന്നാലും കാലശേഷം ആ സഹാബി ഇറാഖിൽ എത്തിപ്പെട്ടു. ആ ഇറാഖിൽ ഏതൊരു ഗ്രാമത്തിലാണോ താമസിച്ചിരുന്നത് ആ ഗ്രാമത്തിന്റെ പേരാണ് ചോദിച്ചത്. ആ ഗ്രാമത്തിന്റെ പേര് പറയാത്തവർക്ക് സലമ എന്നുള്ള പേര് എന്തായിട്ടുള്ളൂ. എന്തോ ഒരു ഉഷാറില്ല. നിർത്തണം എന്നാണ് തോന്നുന്നത്. 2 മണിയാവാനായി. ഒരു ഉഷാറില്ല. ആരും ഇങ്ങനൊന്നല്ല ഉണ്ടാവില്ല. എല്ലാവരും ഏതായാലും ഞാൻ മറുപടി പറയാണ്. റബസ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. റബസ ആ സ്ഥലത്തിന്റെ പേര് റബസ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. റബസയിലായിരുന്നു സലമത്ത് ബിൻ അക്വ ഉണ്ടായിരുന്നത്. അവിടേക്ക് സ്വഹാബികൾ ആ കയ്യ് മുത്താൻ വേണ്ടി പോയിരുന്നു എന്നാണ് ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ചോദ്യം വെരി സ്ട്രോങ് ചോദ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മള് കേൾക്കാത്തോണ്ടാണല്ലോ സ്ട്രോങ് ആണ്. അല്ലെ ഇപ്പൊ ഇതൊരു സ്ട്രോങ് ഒന്നല്ലല്ലോ. ഏതായാലും ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, സംഭവം കിട്ടാൻ കിട്ടിയില്ലേ, ഒരു പുതിയ എൽമുണ്ടായില്ലേ, ഒരു ചെറിയ ചരിത്രം നമ്മളൊക്കെ മനസ്സിൽ വന്നില്ലേ. ആ ചരിത്ര സഹാബിന്റെ പേരെന്താണ്? സലമത്ത് ബിൻ അക്വ. സലമത്ത് ബിൻ അക്വ. ഹംസ കാഫ് വാവ് ഐൻ അക്വ.
ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ, അത് കണ്ടിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനൊക്കെ തന്നെയാണ്, റസൂൽ തന്നെയാണ്, പക്ഷെ നിങ്ങൾ ഈ കഴുതപ്പുറത്ത് യാത്ര ചെയ്യരുത്, അതിനൊരു വല്ലാത്തൊരു വാസന ഉണ്ട്, ആ കഴുതക്ക് വല്ലാത്തൊരു വാസന ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കേൾക്കാൻ ഒരു അൻസാരി അടുത്തുണ്ടായിരുന്നു. അൻസാരിക്ക് ദേഷ്യം പിടിച്ച് അൻസാരിയിലേക്ക് നീ ചെരുപ്പ് ഊരിയിട്ട് അടിയും കിട്ടി. എടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുന്ന കഴുതക്ക് നിന്നേക്കാൾ നല്ല വാസനയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അടി കിട്ടി, ചെരുപ്പ് ഊരിയിട്ട് അടി കിട്ടി, അൻസാരി അടിച്ചു. എന്റെ ചോദ്യം ഈ പറഞ്ഞ റസൂലുള്ളാഹിനോട് ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞ ആ ഒരാളുണ്ടല്ലോ, അത് വാസന ഉണ്ട് എന്ന് പറഞ്ഞ ആ ആളുടെ പേരെന്താണ്? ആളുടെ പേരെന്താണ്? നിങ്ങളിങ്ങനെ ചിന്തിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യണം, അങ്ങനെ ഇത് കണ്ടു. അറിയില്ല എന്നത് ഇപ്പൊ എന്താ ഇത് സ്ട്രോങ് കുറക്കാൻ പറ്റ മുആദ് ബിൻ ജബൽ അറിയില്ല. എന്നാൽ അത് ഞാൻ ചോദിക്കട്ടെ, ആളൊരു മുനാഫിഖായിരുന്നു. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? മുനാഫിഖായിരുന്ന ഈ ആള് മുനാഫിഖ് കുളു വന്നു മുനാഫിഖായിരുന്ന ആള് മുനാഫിഖാണ്. എന്താണ് വരട്ടെ ഉത്തരം വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ മുനാഫിഖ് എന്ന് പറഞ്ഞപ്പോ മറുപടി കിട്ടി. ഞാൻ ഈ ക്വിസ് മാസ്റ്റർക്ക് ഇത് വരെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുഴു തരുന്നു. ഏതായാലും ഉത്തരം കിട്ടിയല്ലോ, ആ സംഭവങ്ങൾ അനുസരിച്ച് വന്നല്ലോ. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര ചെയ്യുന്ന കഴുതയെ ആക്ഷേപിച്ച ആളാണത്. വാസന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ച ആളാണ്. അതന്നെയാണ് എന്താണ്? അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. അദ്ദേഹം മുനാഫിഖുകളുടെ നേതാവായിരുന്നു. അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട് ആ മനുഷ്യൻ. ഏതായാലും അടുത്ത ചോദ്യം നമുക്കറിയാം. യൂസുഫ് നബി നമുക്കറിയാലോ. യൂസുഫ് നബിയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. യൂസുഫ് നബി അങ്ങനെ ചരിത്രത്തിൽ പറഞ്ഞ യൂസുഫിന്റെ അവസാനത്തായി ജയിലിൽ വന്ന് പെട്ടു. ജയിലിലാക്കിയല്ലോ യൂസുഫ് നബിനെ, അല്ലെ? യൂസുഫ് നബിനെ ജയിലിലാക്കി. യൂസുഫ് നബി ജയിൽ മോചിതനാവാന് ഒരു പ്രത്യേക കാരണം ഉണ്ടായി. ഒരു സംഭവമാണ് യൂസുഫ് നബി ജയിൽ മോചിതനായത്. ഒരു സംഭവമാണ്. എന്താണ് ആ സംഭവം? എന്താണ് ആ സംഭവം? മറുപടി വെച്ചേ. യെസ് എന്നുണ്ട്, സ്വപ്നം എന്നുണ്ട്, സ്വപ്നം വ്യാഖ്യാനം എന്നുണ്ട്, സ്വപ്ന വ്യാഖ്യാനം എന്നുണ്ട്. എന്നാൽ എന്റെ ചോദ്യം അവിടെ അല്ല. ആര് കണ്ട സ്വപ്നം ശരി തന്നെയാണ്, ആര് കണ്ട സ്വപ്നാണ് എന്നാണ് ചോദ്യം. ആര് കണ്ട ചോദ്യത്തിന് സ്വപ്നാണ് എന്നാണ് എന്റെ ചോദ്യം. ആര് കണ്ട സ്വപ്നാണ്? ഉത്തരം വരുന്നുണ്ട്. രാജാവ് കണ്ട സ്വപ്നാണ്. രാജാവ് കണ്ട സ്വപ്നത്തിനാണ്. രാജാവിന്റെ സ്വപ്നാണ്. ആരാണ് ആദ്യം അടിച്ചത്? സംഭവം നിങ്ങൾക്കറിയാലോ. യൂസുഫ് നബി ജയിലിലായി. അങ്ങനെയാണ് രാജാവ് സ്വപ്നം കാണുന്നത്. കുറച്ചു കാലം ഇവിടെ സമ്പുഷ്ടമായ കാലം, പിന്നെ ബറത്തിന്റെ കാലം, ക്ഷാമത്തിന്റെയും കാലം എന്നൊക്കെ എന്തായി സ്വപ്നം കണ്ടു. അപ്പൊ എന്താണ് പതെന്ന് അറിയാൻ വേണ്ടി സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ആള് പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജാവിന്റെ ഒരു ജോലിക്കാരനോട് തന്നെ ചോദിച്ചപ്പോ, ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് ജയിലിൽ, അയാള് നല്ല സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ആളാണ്, എനിക്ക് അനുഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോ എന്നാ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ കൊടുന്നു. ഇത് ചോദിച്ചു. അങ്ങനെയാണ് ബറുള്ള സമയത്ത്, ക്ഷേമമുള്ള സമയത്ത് കൃഷിയൊക്കെ നല്ല ഉണ്ടാക്കി, കൃഷിയൊക്കെ ചെയ്തിട്ട്
ക്ഷാമക സമയത്തേക്ക് അത് സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് യൂസുഫ് നബി. അപ്പൊ ഈ അന്നത്തെ രാജാവ് ഒരു പാവമായിരുന്നു. രാജാവിന് വലിയ വിവരമൊന്നുമില്ലാത്ത ആളായിരുന്നു. ആ സംഭവം ഇങ്ങനത്തെ ഈ കാര്യത്തിലൊക്കെ പിന്നെ യൂസുഫ് നബിനെ തന്നെയാണ് ഏൽപ്പിക്കാനുണ്ടായത്. അങ്ങനെയാണ് യൂസുഫ് നബി ഈജിപ്തിലെ മിസ്രിലെ ആരാവുന്നത്, മെയിൻ ആളാവുന്നത്. ആരാവുന്നതെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആ ചോദ്യത്തിന്റെ ഒരു ചാൻസ് പോകും. അപ്പൊ ഏതായാലും മറുപടി കിട്ടി. അപ്പൊ അയാളാണ് രാജാവ് കൊണ്ട സ്വപ്നാണ്. മുസ്തഫ നിയന്ത്രിക്കണ്ടല്ലോ അല്ലെ. അടുത്ത ചോദ്യം എന്താ ചോദിക്കുക? അടുത്ത ചോദ്യം എത്ര ചോദ്യമായി ഒന്നും വരുന്നില്ലല്ലോ. എത്ര ചോദ്യങ്ങൾ പോ? സമയം 2 മണി ആവാനേക്കിന് ഒരു ഉഷാറ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 7 ചോദ്യമായിട്ടുള്ളത്. ഓക്കെ, 7 ചോദ്യം വന്നിട്ടുണ്ട്. നമുക്കറിയാം ആദ്യമായിട്ട് അള്ളാഹുവിന്റെ അദാബ് വന്ന ശിക്ഷ നമുക്കറിയാം. ഈ നബിമാരൊക്കെ ആകുമ്പോൾ നബിമാർക്ക് പ്രത്യേക ദൗത്യമൊന്നും ഉണ്ടാവില്ല. ഒരു നല്ല നിലയിൽ ഇങ്ങനെ ജീവിക്കുക എന്നതൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവരൊക്കെ ഇതിലേക്ക് ആകർഷ്ടരാവുക എന്നൊക്കെയുള്ള ഒരവസ്ഥയാണല്ലോ. പക്ഷെ ഈ പ്രവാചകന്മാര് എപ്പോഴാണ് വരിക? ഈ ജനങ്ങള് വളരെയധികം ധിക്കാരികൾ അങ്ങനെ അത്ര ഒരു ദുഷിച്ച അവസ്ഥ എത്തുമ്പോഴാണ് പ്രവാചകൻ റസൂല വരിക. അങ്ങനെ ഈ റസൂല് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്താവും? അവരെ ഒന്നിരിക്കലും ഇവര് ഈ റസൂലിനെ അംഗീകരിച്ചോളണം. അങ്ങനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവും. അങ്ങനെയാണ് ചരിത്രത്തിലുള്ളത്. ഒരു റസൂല് വന്നു, ആ റസൂലിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? അള്ളാഹുവിന്റെ ശിക്ഷ വരും. എന്നാൽ ഇങ്ങനെ ആദ്യമായിട്ട് ശിക്ഷ വന്ന സ്ഥലം എവിടെയാണ്? ചരിത്രത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം ഏതാണ്? ആദ്യമായിട്ട് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം എന്താണ്? മിസ്ർ എന്ന് എഴുതിയിട്ടുണ്ട്. മിസ്ർ എന്ന് എഴുതിയിട്ടുണ്ട്. ആദ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമല്ല. ആദ് ഒരു ആദ് സമൂദ് എന്ന ഒരു ഗോത്രത്തിന്റെ പേരല്ല. ആദ്യമായിട്ട് ലൂത്ത് നബിയുടെ കൗമിനെ, ഞാൻ കൗമിനെ ആളുടെ കൗമിനെ എന്നല്ല ചോദിച്ചത്, ഇറങ്ങിയ അദാബ് ഇറങ്ങിയ സ്ഥലമാണ്. എന്താണ്? അന്താക്കിയ ഉത്തരങ്ങൾ മിസ്രി എന്ന് വരുന്നുണ്ട്. ലോത്ത് നബിയുടെ കൗമ എന്ന് വരുന്നുണ്ട്. അന്താക്കിയ എന്ന് വരുന്നുണ്ട്. ഇറാഖ് എന്ന് വരുന്നുണ്ട്. സിറിയ എന്ന് വരുന്നുണ്ട്. അഭിപ്രായങ്ങൾ വേഗം എഴുതുക. ഗൂഗിൾ സെർച്ച് ചെയ്യാനോ വിക്കിപീഡിയയിൽ നോക്കാനുള്ള ടൈം എടുക്കാതെ വേഗത്തിൽ. ഓക്കെ, ഞാൻ ഇന്ന് മറുപടി പറയാണ്. അതിന്റെ ശരിയായ മറുപടി വന്നിട്ടുണ്ട്. ശരിയായ മറുപടി ഇറാഖ് എന്നാണ്. ഇതിന്റെ ശരിയായ മറുപടി. ഇറാഖ് എന്നാണ് അതിന്റെ ശരിയായ മറുപടി. അത് ആര് കൊണ്ടുപോയിട്ടുണ്ട്? ഇറാഖ് എന്നത് ആദ്യമായിട്ട് അടിച്ചാൻ ശ്രമിച്ചോ? ആദ്യം ആരാണ്? MSA അടിച്ചല്ലേ? ഇറാഖ് എന്ന് അടിച്ചോ? ബ്ലൂ അല്ലേ? ബ്ലൂ. നമ്മൾ പല എങ്ങനെ ചോദിക്കാം? അതുപോട്ടെ, വേറെ ചോദ്യം. നൂഹ് നബിയുടെ മകന്റെ പേര് എന്താണ്? നൂഹ് നബിയുടെ മകനായിരുന്നു ആര്?
നൂഹ് നബിയുടെ മകനായിരുന്നു ആര്? നൂഹ് നബിന്റെ കപ്പലുണ്ടായിരുന്ന സാം. അതെ, സാം. അതല്ലെന്റെ ചോദ്യട്ടാ, നമ്മളൊന്ന് ഉഷാറാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. നൂഹ് നബിന്റെ മകനായിരുന്നു സാം, അല്ലെ? നമുക്കറിയാം ഈ സാമിന് നല്ല ഒരുപാട് ഭാഷകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യമാണ്. പല ഭാഷകളും അറിഞ്ഞിരുന്നു. അങ്ങനെ നൂഹ് നബിന്റെ ആ കപ്പല് പ്രളയത്തിന്റെ ലാസ്റ്റ് അത് പിന്നെ കപ്പല് ഇറങ്ങി, അതിൽ പിന്നെ പല 80ഓളം ആളുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരനെ പിന്നെ നൂഹ് നബി സാമാണ് പല ഭാഷകളും പഠിപ്പിച്ചിട്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പറഞ്ഞയച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈ സാമിന്റെ ഭാഷയ്ക്ക് ഒരു പേരുണ്ട്, ഇന്നും അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ആ പേരെന്താണ്? സാമിന്റെ ആ ഭാഷയ്ക്ക് ഇന്ന് നമ്മളൊക്കെ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ ഭാഷ? എന്താണ് ആ ഭാഷ? ഉത്തരം വരട്ടെ. ഉത്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെമിറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെമിറ്റിക് എന്ന് എഴുതിയിട്ടുണ്ട്. വേറൊന്നും ആരുമില്ലേ? സെമിറ്റിക് വേറെ ആരും കാണില്ല. ശരിയായ ഉത്തരം തന്നെയാണ്. സെമിറ്റിക് ഭാഷ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഈ സാമിന്റെ സാമ് പല ഭാഷ അറിയുന്ന ആളായിരുന്നു. അതിനാണ് ഈ സെമിറ്റിക് ഭാഷ എന്ന് പറയുന്നത്. ഉത്തരം ശരിയാണ്. അപ്പൊ ഈ ഇന്നലെ പറഞ്ഞിരുന്ന സാമ് തൂഫാന്റെ ശേഷം, ഈ സംഭവത്തിന്റെ ശേഷം അഥവാ കപ്പിലിറങ്ങിയതിന്റെ ശേഷം പിന്നെ ചരിത്രത്തിൽ പ്രസിദ്ധമാണത് സാമാണ്. നൂഹ് നബി അതിന്റെ ശേഷം 10 കൊല്ലത്തെ പിന്നെ ജീവിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ട്. എന്നാലും നൂഹ് നബിയായിട്ടുള്ള പിന്നെ ചരിത്രത്തിൽ നൂഹ് നബി അല്ല, മകൻ സാമാണ് പിന്നെ ചരിത്രത്തിൽ തിളങ്ങുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒന്നുകിൽ നൂഹ് നബിന്റെ ആ ദൗത്യം കഴിഞ്ഞു, അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഇനി അടുത്ത ചോദ്യം നമ്മൾ സാമുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. സാമുമായി ബന്ധപ്പെട്ട ശ്യാമല്ലട്ട സാം നൂഹ് നബിന്റെ മകൻ സാം. ഈ സാം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, സാമിന്റെ പെങ്ങളെയും അളിയനെയാണ് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത്. ദഫത്തി എന്നാണ്, അതൊക്കെ ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടി, ദഫത്തി എന്നാണ് സാമിന്റെ പെങ്ങളുടെ പേര്. ആ പേരുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഇന്ത്യയിൽ വന്നു. അങ്ങനെയാണ് ഈ ദഫത്തി എന്നാണ് ദ്രാവിഡർ എന്നുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ഈ ചരിത്രത്തിൽ കാണുന്നു. ഏതായാലും സാം പലരെയും പല ഭാഗത്തേക്കും പറഞ്ഞു വെച്ചു. അങ്ങനെ ഈ സാം വന്നിട്ട് പിന്നെ സാം ഒരു സ്ഥലത്തേക്ക് പോയി, അവിടെ താമസമാക്കി. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? 80 ആളുണ്ടായിരുന്നു. അവരൊക്കെ പല ഭാഷകളൊക്കെ പഠിപ്പിച്ച് പല രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ സാം എവിടേക്കാണ് പോയത്? സാം എവിടേക്കാണ് പോയത്? പേർഷ്യ, റഷ്യ, ഇസ്രായേൽ. സാം എവിടേക്കാണ് പോയത്? ചോദ്യം ശരിയായ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം ശരിയായ നിലയിൽ വന്നിട്ടില്ല. സിറിയ എന്നുണ്ട്, ഇന്ത്യ എന്നുണ്ട്, ഈജിപ്ത് എന്നുണ്ട്. ശരിയായ ഉത്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈജിപ്ത് തന്നെയാണ്, മിസ്രിലേക്കാണ് പോയത്. മിസ്രിലേക്ക് ആരാണ് എഴുതിയത്? ആദ്യമായിട്ട് ഈജിപ്ത് എന്ന് എഴുതിയില്ലേ? ഈജിപ്ത് എന്ന് അൽബത്തൂല. ആ ഈജിപ്തിലെ നൈൽ നദി തീരത്തായിരുന്നു സാം ഉണ്ടാക്കിയത്, പിന്നെ താമസിച്ചിരുന്നത് എന്നാണ്. ഈജിപ്തിൽ പോയി എന്ത് ചെയ്തു? പിന്നെ നൈൽ നദി തീരത്ത് താമസമാക്കി. ഇനി ചോദ്യമാണോ? 2-5 ആയിട്ടുണ്ട്. അപ്പൊ എന്താണ്? നമുക്ക് ചരിത്രങ്ങളൊക്കെ അങ്ങനെ മനസ്സിലേക്ക് കയറണമല്ല, അപ്പൊ ഇതിലൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നൂഹ് നബിന്റെ മകൻ സാം ഇങ്ങനെ 80ഓളം ആളുകൾ കപ്പലിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ പല ഭാഗത്ത് പറഞ്ഞു. സാം എന്ത് ചെയ്തു? ഈജിപ്തിലെ നൈൽ നദി തീരത്ത് വന്ന് താമസമാക്കി. അങ്ങനെ ഇനിയുണ്ട് കുറെ, ഒരു ഉഷാറില്ല ഇപ്പൊ പറയാം.
നമുക്ക് ബാക്കി ഇൻഷാ അല്ലാഹ് നാളാക്കാം. ഇനി ഒരുപാട് ചരിത്രം ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം അല്ലെ. നാളാക്കിയാൽ മതിയോ? ഉഷാറ് കിട്ടുന്നില്ല. ആളുകളൊക്കെ പിന്നെ 109 എഴുതിയുണ്ടെങ്കിലും ഉറങ്ങുന്നുണ്ടാവും, പലരും ഉറങ്ങുന്നുണ്ടാവും. ചിലരൊക്കെ കിടന്നുകൊണ്ട് ഇങ്ങനെ കേൾക്കിക്കാരം പിന്നെ കീബോർഡിനോക്കും കൂടി കൈ തട്ടാത്തൊരവസ്ഥയിലായിക്കാരം എന്നാലും കേൾക്കുന്നുണ്ടാവും. നിനക്ക് സംഭവിക്കും, നിനക്ക് സംഭവമുണ്ട്. 5 കൂടി പറയണല്ലേ. എന്നാൽ അപ്പൊ നമ്മൾ സാമിന് നൂഹ് നബിനെ കുറിച്ച് പറഞ്ഞു, നൂഹ് നബിന്റെ മകൻ സാമിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഒറ്റ എളുപ്പമുള്ള ഒരു ചോദ്യം, ഈ സാമിന്റെ മകൻ ചരിത്രത്തിൽ പറയപ്പെട്ട ഒരു മകനുണ്ട്, ആ മകന്റെ പേരെന്താണ്? സാമിന്റെ മകന്റെ പേര്, സാമിന്റെ മകന്റെ പേര്. ഇപ്പൊ ഇങ്ങനെ നൂഹ് നബി മകനുമായി ബന്ധപ്പെട്ട് പിന്നെ ഇങ്ങനെ കഴിഞ്ഞിട്ടിപ്പോ ഒക്കെ ഇസ്ലാമിൽ നിന്നൊക്കെ പിന്നെ ഇങ്ങനെ നീ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോവട്ടാ. അങ്ങനെ പരമ്പരായിട്ട് പിന്നെ ആകെ കോലം മാറുന്ന അവസ്ഥയ്ക്ക് എത്താണ്. സാമിന്റെ മകന അദ്നാനോ, ഹിഷാം എന്നുണ്ട്, യാഫിസ് എന്നുണ്ട്, അദ്നാൻ എന്നുണ്ട്, പലതും വന്നിട്ടുണ്ട്. ഒക്കെ ഞാൻ മറുപടി പറയാണ്, അധികം സമയം എടുക്കേണ്ടതിന്. സാമിന്റെ മകന്റെ പേരാണ് ഇറം എന്നാണ് പേര്. ഇറം, ഇറമദാത്തിൽ ഇമാദ് എന്നൊക്കെ പേര്. ഇറമദാത്തിൽ ഇമാദ് എന്നൊക്കെ ആയത്തുണ്ട്. ഇറം, അത് ഇറം എന്ന് പറഞ്ഞത് പിന്നെ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്നു മാത്രം. ഇറം എന്ന് ആദ്യം വന്നത്, ഇറം എന്നുള്ളത് സാമിന്റെ മകന്റെ പേരാണ്. ആണ് ഇറം എന്ന് പറഞ്ഞ സാമിന്റെ മകൻ ഇറം ഒരു വലിയ ഒരു ഗോത്ര തലവനായിരുന്നു. അങ്ങനെ ആ ഗോത്രത്തിന്റെ ആ പേരിൽ, ആ ഇറമിന്റെ പേരിൽ ഒരു എന്തുണ്ടായി, ഒരു പട്ടണം തന്നെ ഉണ്ടായി. അതാണെന്ന് ഗൂഗിളിലൊക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ ഇറം പട്ടണമൊക്കെ കാണാൻ സാധിക്കും ഗൂഗിൾ എർത്തില്. ആ ഇറമദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞ അതിനെ കുറിച്ചാണ് ആ ഇറമദാത്തിൽ ഇമാദ് എന്നുള്ള ആയത്ത്. ഇറമദാത്തിൽ ഇമാദ്. ഇനി ഇനിയുള്ളതൊക്കെ ഇങ്ങനെ സ്ട്രോങ് ചോദ്യങ്ങളാണ്. അപ്പൊ എന്താ നിങ്ങൾക്കൊന്ന് ലഘൂകരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിനെക്കുറിച്ച് ലഘൂകരിക്കാനുള്ള ചോദ്യങ്ങൾ എന്താക്കിയ പഠിക്കണം. ഏതായാലും ഇറം എന്നുള്ളത് ആരാണ്? സാമിന്റെ മകനാണ് എന്ന് നമുക്ക് മനസ്സിലായി. നൂഹ് നബിന്റെ മകനായിരുന്നു സാമിന്റെ മകനായിരുന്നു ഇറം ഒരു എന്തായിരുന്നു, ഒരു ഗോത്ര തലവനായിരുന്നു. ആ ഇറം എന്ന അയാളുടെ പേരിൽ ഒരു ടൗണ് തന്നെ ഉണ്ടായി. അതാണ് ഇറമദാത്തിൽ ഇമാദ് എന്നൊക്കെ ഖുർആനിൽ പറയുന്നത്. ഈ ഇറമിന്റെ നാട്ടിലാണ് പിന്നെ ആദ് ഗോത്രം വന്നത്. ആദ് ഗോത്രം വന്നത്. ഇറമ് നബിയല്ല, അതേസമയത്ത് സാമ് നബിയായിരുന്നു. ഇറമ് നബിയല്ല. എന്നാൽ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പറഞ്ഞു. നൂഹ് നബിന്റെ മകൻ സാമിന്റെ മകൻ. സാമും നബിയായിരുന്നു. ഇറമ് മകൻ, സാമിന്റെ മകൻ ഇറം എന്തായില്ല, നബിയെന്നല്ല. ഈ ഇറമിനൊരു മകൻ ഉണ്ടായിരുന്നു. ചരിത്രത്തിലേക്ക് ഇങ്ങനെ പോവാണ്. ഇറമിനൊരു മകൻ ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ പേര്? ആ മകന്റെ പേര് ഇറമിന്റെ മകന്റെ പേര് ഒരിക്കലും അറിയാം. ഇറമിന്റെ മകന്റെ പേര് യാതൊരു ഇളക്കവുമില്ല. അതിൽ ഇങ്ങനെയാണ് പിന്നെ ഈ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നത്. ഈജിപ്ഷ്യൻ ബഹുദൈവ ആരാധന, ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. ചരിത്രം ഇങ്ങനെ കാലം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാമു നബിയായിരുന്നു. അതിന്റെ ശേഷം ഇറമു വന്നു. ഇറമു നബിയൊന്നായിരുന്നില്ല. ഏതായാലും ഇറമിനൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ പേര് ഹിബത്ത് അതല്ല. ഹിബത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. ഇമാദ് അഹ്മദ്. ഇറമിന്റെ മകനാണ് ആര്? അതാണ് ചോദിച്ചത്. ഇറമദാത്തിലെ ഇമാദ പേരൊന്നുമില്ല.
അത് പേരാണ്, പക്ഷെ അത് ഈ ആളുടെ പേരൊന്നുമില്ല. ഏതായാലും ഇറമിന്റെ മകൻ ആണ് ആരറിയോ? ഇറമിന്റെ മകനാണ് അംലീഖ്. അംലീഖ് എന്നാണ് പേര്. അംലീഖ്, ഐന് മീമ് ലാമ് ഖാഫ്, ഐന് മീമ് അം, ലാമിന് കസ്റ് ലീ, യാ നീട്ടാൻ അംലീ, പിന്നെ ഖാഫിന് സുക്കൂൻ. അംലീഖ്. അംലീഖ് എന്നായിരുന്നു ഇറമിന്റെ മകന്റെ പേര്. ഇറമിന്റെ മകന്റെ പേര്. ഈ ഇറമിന്റെ ചോദ്യം ഇല്ലാതെ കുറച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഇറമിന്റെ മകനായ അംലീഖ്, ഈ അംലീഖിന്റെ പേരിലാണ്, ആ പേരുമായി ബന്ധപ്പെട്ടാണ് ആ പുത്ര പരമ്പരക്ക് അമാലിഖത്ത് എന്ന പരമ്പര പേര്. ഈ അംലീഖിന്റെ മക്കൾ അങ്ങനെയുള്ള പരമ്പര ഉണ്ടല്ലോ, കുടുംബം, ആ പരമ്പരക്കുള്ള പേരാണ് എന്ത്? അമാലിഖത്ത്. അമാലിഖത്ത് മനസ്സിലായോ? അംലീഖിന്റെ പേരുമായി പേരില് ആ പുത്ര പരമ്പരക്ക് അമാലിഖത്ത് എന്ന് പേര്. ഈ അമാലിഖത്ത് എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ മനസ്സിലായിക്കോളൂ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞത്? ഇറമിന്റെ മകൻ അംലീഖ്, അംലീഖിന്റെ പരമ്പര, കുടുംബ പരമ്പരക്ക് അമാലിഖത്ത് എന്ന് പറയും. അമാലിഖത്ത് എന്ന് പറയും ആ കുടുംബ പരമ്പര. നമ്മൾ ഓരോ പിന്നെ കുടുംബ പേരുണ്ടാവില്ല നമുക്ക്. എന്റെ പേര്, കുടുംബ പേര് ചോലയിൽ എന്നാണെങ്കിൽ പിന്നെ എന്താണ് അംലീഖിന്റെ കുടുംബ പരമ്പര പേരിനാണ് എന്ത്? അമാലിഖത്ത്. ഈ അമാലിഖത്ത് എന്ന ആ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തില് അതാത് കാലത്ത് ഒരു കുടുംബനാഥൻ ഉണ്ടാവും. അതായത് കുടുംബനാഥൻ അതിന് മെയിൻ ആള്, ചിലപ്പോ രാജാവ് എന്നൊക്കെ പറഞ്ഞ മാതിരി കുടുംബനാഥൻ. ആ കുടുംബനാഥന്റെ പേര്, അതിന് പറയുന്ന പേരായിരുന്നു ഡാഷ്. എന്താണ്? അഥവാ നമ്മളിപ്പോ എന്താ പറഞ്ഞു? നോഹ് നബിന്റെ മകൻ സാം. സാമിന്റെ മകൻ ആര്? സാമിന്റെ മകൻ ആരാന്ന് പറഞ്ഞത്? ഇറം. ഇറമിന്റെ മകനായിരുന്നു ആര്? അംലീഖ്. ഈ അംലീഖിന്റെ കുടുംബ പരമ്പര, അങ്ങനെ കുടുംബത്തിനുള്ള പേരായിരുന്നു എന്ത്? അമാലിഖത്ത്. ഈ അമാലിഖത്ത് എന്ന കുടുംബത്തിൽ ആദ്യത്തെ നേതാവ് ഉണ്ടാവുമല്ലോ, ആ നേതാവ് എന്താണ്? അന്നത്തെ ഓരോരോ കാലത്തുള്ള നേതാക്കന്മാര് ആ കാലത്തുള്ള രാജാക്കന്മാരായിരുന്നു. ഈ രാജാവിന്റെ പേരെന്താണ്? ഇതിന്റെ പേര്, ഈ കുടുംബനാഥൻ ഒരു സ്ഥാനം കിട്ടും, രാജാസ്ഥാനം ഉണ്ട്, അയാൾക്കൊരു പേരുണ്ടാവും. ആ പേര് അന്നത്തെ ഓരോ കാലഘട്ടത്തിലെ നേതാക്കന്മാർക്ക് ഒരു പേരുണ്ടാവും, ഒരു സ്ഥാനപ്പേര് എന്നൊക്കെ പറയാം. ഉത്തരം വരട്ടെ. ഡാഷ്, ദാസ്നോ, ദാസ്, മലിക്, അമാലിക് എന്ന് പറഞ്ഞത് ആ കുടുംബത്തിന്റെ പേരാണ്. ഓക്കെ, ഞാൻ തന്നെ പറയേണ്ട ആവശ്യമില്ല. ഒരു ശരിക്കൊരു ഉത്തരം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഏത്? ഫിർഔൻ എന്ന് പറഞ്ഞതാണ്. ഫിർഔൻ എന്ന് പറയുന്നത് ഈ അമാലിഖത്ത് എന്ന കുടുംബത്തിന്റെ നേതാവ്, അതാത് കാലത്തെ കുടുംബ നേതാവിൽ ഇല്ലെങ്കിൽ അവർക്ക് രാജാവിനുള്ള പേരാണ് ഫിർഔൻ എന്നുള്ളത്. നമുക്കറിയാലോ, ഫിർഔൻ എന്നുള്ളത് ഒരാളുടെ പേരല്ല, ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. പല ഫിർഔന്മാരുണ്ടായിട്ടുണ്ട്. അതില് മിക്കവാറും ബഹുദൈവാരാധനകളായിരുന്നു, ധിക്കാരികളായിരുന്നു. എന്നാൽ യൂസുഫ് നബിന്റെ കാലത്തുള്ള രാജാവ് അതും ഒരു ഫിർഔൻ തന്നെയാണ്. പക്ഷെ ആ ഫിർഔൻ യൂസുഫ് നബിന്റെ നല്ല മനുഷ്യനായിരുന്നു. യൂസുഫ് നബിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച, യൂസുഫ് നബിന്റെ മതം സ്വീകരിച്ച ആളായിരുന്നു അന്നത്തെ ഫിർഔൻ, അതായത് അന്നത്തെ രാജാവ്. അപ്പോ എന്ത് ഉത്തരം കിട്ടി? ഇപ്പൊ നമ്മളെ ഉത്തരത്തിൽ നിന്ന് കിട്ടിയത്, ഇപ്പൊ ഉത്തരം വന്നിട്ടുണ്ട് ഫിർഔൻ എന്ന് വന്നിട്ടുണ്ട്, ഫിറോൻ എന്ന് എഴുതിയത്. ഏതായാലും ആ സംഭവം പിടുത്തം കിട്ടിയല്ലോ. അപ്പൊ നോഹ് നബിന്റെ മകൻ സാം നബിന്റെ മകൻ ഇറമിന്റെ മകനാണ് എന്ത്? മകനാണ് അംലീഖ്. അംലീഖിന്റെ കുടുംബ പരമ്പരക്കുള്ള കുടുംബത്തിനുള്ള പേരായിരുന്നു എന്ത്? അമാലിഖത്ത്. ഈ അമാലിഖത്ത് എന്ന കുടുംബത്തിനുള്ള നേതാവ്, ആ നേതാവിനുള്ള സ്ഥാനപ്പേരാണ് എന്ത്? ഫിർഔൻ എന്ന് പറഞ്ഞത്. ഫിർഔൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ
അതേ സമയത്ത് നേരത്തെ തിബത്ത് എന്ന് എഴുതിയല്ല, തിബത്ത് അത് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ജനങ്ങൾക്കുള്ള ഈ ജനതകളുടെ പേരാണ്. ഈ അമാലിക്കത്ത് എന്നുള്ളത് ഈ ആരുടെ പേരെന്നാണ്? ഈ അമ്ലിയത്തിന്റെ കുടുംബ പരമ്പരക്ക് മൊത്തം പേരിന് പറഞ്ഞ പേരാണ് ഇത്ര തിബത്ത്. അതാണ് തിബത്തിയാക്കൾ എന്നൊക്കെ പറഞ്ഞ അത് അന്നത്തെ ആ ഈജിപ്തുകാർക്കുള്ള മൊത്തത്തിലുള്ള പേരാണ് തിബത്ത് എന്നുള്ളതാണ്. അപ്പൊ സംഭവം ചരിത്രത്തിന്റെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് ഉന്മേഷം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഞാൻ അവസാനിപ്പിക്കണമെന്ന് ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് ഉന്മേഷം നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ ഞാൻ അവസാനിക്കണമെന്ന് ഇഷ്ടപ്പെടുകയാണ് എന്നതാണ് വാസ്തവം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാൻ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ, സ്ട്രോങ് ആവുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോ ഇതിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ തേടി പിടിച്ചിട്ടുണ്ട് ഉത്തരമാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഇതിങ്ങനെ കേൾക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായല്ലോ. നിങ്ങളും ഇതുപോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാത്തൊക്കെ തേടി പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പറയണം. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഇതൊരു കാര്യമാവും എന്നതാണ്. ഒന്നുകൂടി പറയണമെന്നാണ് പറഞ്ഞത്. യൂസുഫ് നബി ഈജിപ്തിൽ ആരായിരുന്നു? യൂസുഫ് നബിക്ക് പിന്നെ നല്ലൊരു സ്ഥാനമൊക്കെ കിട്ടുമല്ലോ അല്ലെ? ആരായിരുന്നു യൂസുഫ് നബി? യൂസുഫ് നബി രാജാവായിരുന്നു എന്ന് വന്നിട്ടുണ്ട്, രാജാവ് എന്ന് വന്നിട്ടുണ്ട്, രാജാവ് എന്ന് വന്നിട്ടുണ്ട്. രാജാവ് വരട്ടെ, എല്ലാവരുടെയും മറുപടി വരട്ടെ. രാജാവ് എന്ന് വന്നിട്ടുണ്ട്, അസീസ് എന്ന് വന്നിട്ടുണ്ട്, അസീസ് എന്ന് വന്നിട്ടുണ്ട്, അസീസ് എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ധനമന്ത്രി എന്ന് വന്നിട്ടുണ്ട്. പല മറുപടികളും വന്നിട്ടുണ്ട്. യൂസുഫ് നബി മിസ്രിലെ ഡാഷ് ആയിരുന്നു. ഇനി ഞാൻ താമസിപ്പിക്കുന്നില്ല, ശരിയായ ഉത്തരങ്ങളും വന്നിട്ടുണ്ട്. രാജാവ് എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല എന്നതാണ് ചരിത്രം. യൂസുഫ് നബി രാജാവായിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞമാര് അന്നത്തെ ആ കുടുംബത്തിൽപ്പെട്ട ഒരു ഫിർഔനായിരുന്നു രാജാവ്. പക്ഷെ ആ ഫിർഔൻ നല്ല ആളായിരുന്നു. യൂസുഫ് നബിയുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുമായി ബന്ധപ്പെട്ട് ഇസ്മായിലിന്റെ ഇതിൽ വിശ്വസിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ യൂസുഫ് നബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രാജാവ് എന്ന് പറഞ്ഞത് ശരിയല്ല. പിന്നെ അസീസ് എന്ന് പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിൽ ശരിയല്ല. പക്ഷെ അതിന്റെ ചോട്ടിൽ എഴുതിയ ധനമന്ത്രിയായിരുന്നു, വസീറുൽ മാലായിരുന്നു യൂസുഫ് നബി. ഈ യൂസുഫ് നബിക്ക് സംഭവം പറയാം. ഈ അന്നത്തെ കാലത്ത് വസീറുൽ മാൽ ഉണ്ടല്ലോ, ധനമന്ത്രിക്കുള്ള പേരാണ് അസീസ് എന്ന്. അതാണ് ഖുർആനിലൊക്കെ അസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ആ സംഭവം. മറ്റുള്ളവർ ചെന്നിട്ട് സഹോദരന്മാർ ചെന്നിട്ടുള്ള സംഭവമല്ല അസീസ് എന്ന് വിളിക്കുന്ന യൂസുഫ് നബിനെ. അതെന്താണ്? അന്നത്തെ അതിന് മുമ്പുള്ള വസീറന്മാർക്ക് നസീറുൽ മാലിന്, അതായത് ധനമന്ത്രിക്കുള്ള സ്ഥാനപ്പേരാണ് അസീസ് എന്നുള്ളത്. യൂസുഫ് നബി അവിടുത്തെ രാജാവായിരുന്നില്ല. പക്ഷേ യൂസുഫ് നബിക്ക് നല്ല അധികാരം ഉണ്ടായിരുന്നു, കൈകാര്യങ്ങൾക്കൊക്കെ നല്ല അധികാരം ഉണ്ടായിരുന്നു. സംഗതിയിൽ വസീറുൽ മാലായിരുന്നു. അങ്ങനെ ഇപ്പോ യൂസുഫിനെ മിസ്രിലെ രാജാവ് എന്ന് പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് വേറെ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഇനി നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. പ്രത്യേകിച്ച് പറയാനുള്ളത് റമദാനിന്റെ അവസാനത്തെ പത്താകുന്നു. അതുകൊണ്ട് തന്നെ ദുആ കൊണ്ട് നമ്മൾ ധന്യമാവേണ്ട സമയമാണ്. തൗബ കൊണ്ടും ദുആ കൊണ്ടും ധന്യമാവേണ്ട സമയമാണ്. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യുക, അല്ലാഹുവിലേക്ക് അടുക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, തൗബ ചെയ്യുക. റമദാൻ വന്നിട്ട് പിന്നെ തൗബ ചെയ്തിട്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കാത്തവർക്ക് പിന്നെ പൊറുക്കാൻ പ്രയാസമാണ്. കാരണം റമദാനിലാണ് പുറത്തു കൊടുത്തു, പിന്നെ ഇവിടെയും പുറത്ത് വന്നിട്ടില്ലേ പിന്നെ പ്രയാസമാണ്. അതുകൊണ്ട് നല്ലൊന്ന് ഉഷാറാക്കിയിട്ട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ തൗബ ഒക്കെ ഉണ്ടാവുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഗ്രീന് 5 ബ്ലൂ 4 മാസ്റ്റർ ഒന്നുകൂടി ചോദിച്ചാൽ വിജയിച്ചു. മാസ്റ്റർക്ക് എത്ര ഉള്ളപ്പോ ഗ്രീൻ 5 ബ്ലൂ 4. മാസ്റ്റർ ഒന്നുകൂടി ചോദിച്ചാൽ വിജയി ആരാണെന്ന് പറയാം. അങ്ങനെയല്ലേ? എന്നായിക്കോട്ടെ, ഒന്നുകൂടി ചോദിക്കാം. എന്നാൽ ഒന്നും കൂടി ചോദിക്കാം. അപ്പം കുറച്ചൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ?
അപ്പൊ ഞാൻ നല്ലൊരു ചോദ്യം ചോദിക്കാം. നമുക്കറിയാം എന്ത് ചോദ്യം അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കേണ്ടത് എന്നിങ്ങനെ നോക്കുകയാണ്. കുറച്ചൊക്കെ ഒരു ഉഷാറുള്ള ചോദ്യമാകുമ്പോ അതിനു വേണ്ടിയിട്ട് അതായത് ആയിക്കോട്ടെ. യൂസുഫ് നബിക്ക് അല്ല യാക്കൂബ് നബിക്ക് ഒരു ഭാര്യയില് 10 മക്കൾ അല്ലേ? 10 മക്കളാണ് ഒരു ഭാര്യയിൽ. ഈ 10 മക്കള് ആണല്ലോ യൂസുഫ് നബിനെ. അതില് യൂസുഫ് നബി പെടൂല. മറ്റൊരു ഭാര്യയിലാണ് എന്തുള്ള പിന്നെ യൂസുഫ് നബിക്ക് മറ്റൊരു ഭാര്യയിലാണ് യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയും ബിന്യാമീൻ എന്ന മോനെയും പൊന്നു കണക്കെ നോക്കിടും എന്നൊരു പാട്ടിന്റെ ഉണ്ട് ഈ ചരിത്രത്തിനെ കുറിച്ച്. എങ്ങനെയാണ്? ബിന്യാമീൻ എന്ന മോനെയും പൊന്നു കണക്കെ നോക്കിടും എന്ന്. അത്ര അറിയുള്ളൂ. ഈ സംഭവത്തിലുള്ള ഒരു പാട്ടാണ്. എന്നാൽ അപ്പോ യാക്കൂബ് നബിക്ക് ഒരു ഭാര്യയിൽ 10 മക്കൾ. പിന്നെ ഭാര്യയാണ് പിന്നെ യൂസുഫ് നബിയും ബിന്യാമീൻ. എന്നാൽ ഒരു ചരിത്ര സംഭവം ഉണ്ടല്ലോ. പിന്നെ യാക്കൂബ് നബി പിന്നെ യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്ത സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അവിടെ യാക്കൂബ് നബിയും ഭാര്യയും പിന്നെ 72 മക്കൾ പരമ്പരയായിട്ട് അതുണ്ടായിരുന്നു അല്ലേ? ഈ ഭാര്യ ഏത് ഭാര്യയാണെന്നുള്ളതാണ്. ഈ ഭാര്യ ഏത് ഭാര്യയാണെന്നുള്ളതാണ്. റഹിലാന്ന് ഭാര്യന്റെ പേര് റഹിലാന്ന്. പേരല്ല ഞാൻ ചോദിച്ചത്. നമ്മ ഈ പറഞ്ഞല്ലോ ഇങ്ങനെ ചരിത്രം ചോദിച്ചു പറഞ്ഞത്. അതായത് ഒരു ഭാര്യയിൽ 10 മക്കൾ. വേറൊരു ഭാര്യയിൽ യൂസുഫ് നബിയും പിന്നെ ബിന്യാമീനും. ഇവിടെ ഒരു യാക്കൂബ് നബിയും ഭാര്യയും കൂട്ടത്തിലുണ്ട്. പിന്നെ 72 മക്കൾ പരമ്പരയായിട്ട് അങ്ങനെയുണ്ട്. ഈ ഭാര്യ ഏത് ഭാര്യ എന്നാണ്. പത്ത് മക്കളുടെ ഉമ്മ യൂസുഫ് നബിയുടെ ഉമ്മ ഫസ്റ്റ് ഉമ്മ യൂസുഫ്. ഉത്തരം വരട്ടെ. സംഗതി ശരിയല്ല. ഉത്തരം ശരിക്കുള്ള വന്നിട്ടില്ല. സംഗതി പേര് ലൈല എന്നുള്ളത് ശരിയായിട്ടുണ്ട്. ലൈല എന്നുള്ളത് പേര് ശരിയായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച ഉത്തരം വന്നിട്ടില്ല. ഞാൻ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ഭാര്യയിൽ 10 മക്കള്, മറ്റേ ഭാര്യയിൽ യൂസുഫ് നബിയും ബിന്യാമീനും. ഇങ്ങനെ സംഭവത്തിൽ യാക്കൂബ് നബിന്റെ ഒപ്പം ഭാര്യയുണ്ട്. ആ ഭാര്യ ഏതാണ്? പേര് അത് ചോദിച്ചില്ല. ആ ഭാര്യന്റെ പേര് ഞാൻ ചോദിച്ചില്ല. അത് ഒന്നാമത്തെ ഭാര്യയെന്നോ രണ്ടാമത്തെ ഭാര്യയെന്നോ മൂന്നാമത്തേന്നോ നാലാമത്തേന്നോ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെതാവുക. ഓക്കെ, വന്നിട്ടുണ്ട്. 3 വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കണ പിന്നെ എന്താണ് 10 മക്കളുടെ ഇത് മരിച്ചപ്പോഴാണ് വേറെ ഇതിന് കല്യാണം കഴിച്ചിട്ട് യൂസുഫിന് ഈ ബിന്യാമീൻ എന്ന കുട്ടി ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ആ ഭാര്യ മരിക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ പിന്നെ ഇങ്ങനത്തെ സംഭവത്തിൽ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പൊ മൂന്നാമത്തെ ഭാര്യ എന്നുള്ളതാണ് ശരി. പേര് ലൈല എന്ന് തന്നെയാണ്. രണ്ടാമത്തെ ഭാര്യയിൽ പിന്നെ ഈ 2 യൂസുഫ് നബി ബിന്യാമീനല്ല ഉള്ളത്. അപ്പൊ അവരൊക്കെ നല്ല ഉഷാറും കാര്യങ്ങളും എന്തുകൊണ്ടും വളരെ ഉഷാറായതിന്റെ പേരിലല്ലോ മറ്റുള്ളവർക്ക് പിന്നെ അസൂയ ഉണ്ടായത്. അങ്ങനെയല്ല ഈ ഇവരെ കിണറ്റില് യൂസുഫ് നബിന്റെ കിണറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടാക്കി. പക്ഷേ പിന്നെ ഈ ചരിത്രത്തിൽ പറഞ്ഞ യൂസുഫ് നബിന്റെ താഴെ ബിന്യാമിന്. ഈ ബിന്യാമിന് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട് ഭാര്യ. അപ്പൊ പിന്നെ ഇവിടെ ആണെങ്കിലോ ലൈല എന്ന് പറഞ്ഞ വേറെ ഭാര്യ ഉണ്ടായിട്ടുണ്ട്. ആ ഭാര്യ ഈ 2 അല്ല 3-ാമത്തതാണ്.
ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم اغفر لنا اللهم اغفر لنا اللهم اغفر لنا اللهم ارحمنا اللهم ارحمنا اللهم ارحمنا اللهم انك عفو تحب العفو فاعف عنا. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا. اللهم اجعله حجة لنا لا حجة علينا. اللهم اعتقنا من النار اللهم اعتقنا من النار اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരെങ്കിലും മൈക്കിലേക്ക് വരണം. മൈക്ക് ഫ്രീ ആവുമ്പോൾ ആരാണ് മൈക്ക് കിട്ടുന്നത് ശരിയാക്കിയിട്ട് ഉസ്മാനിടത്തിൽ വന്നിരുന്നു. മൈക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ശരിയാകുമ്പോൾ ഒന്ന് വരണം. അപ്പൊ എന്താണ് ചുരുക്കി പറഞ്ഞ ചോദ്യം കൊണ്ട് ആരും മൈക്കെടുക്കണം ചെയ്യപ്പെട്ടില്ല. ഇവിടെ 2:30 ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട്. 3:30 അത്താൻ വെക്കണേ. ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്. ആളുകളൊക്കെ ആണെങ്കിൽ ഉറങ്ങുകയാണ്. അല്ലെ ഇനിയും ചോദ്യം ചോദിക്കാൻ നമുക്ക് പ്രശ്നമുണ്ടാകുന്നില്ല. തുടരുന്ന ആള് കേൾക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞില്ലേ. എന്നായിക്കോട്ടെ, ചോദ്യം ഒന്നും കൂടെ ചോദിക്കാം. അല്ലാപ്പോ മുസ്ലിങ്ങൾക്ക് മൈക്ക് കിട്ടുന്ന സമയത്ത് വരണേ. നമ്മളിത് അവസാനിപ്പിക്കണം. നിങ്ങൾ വരണ മൈക്ക് കിട്ടുമ്പോ കൈപ്പറ്റിച്ചാൽ മതി. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അത് ചോദിക്കുക. ഒരു ചോദ്യം. യൂസുഫ് നബിനെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ യൂസുഫ് നബിനെ സഹോദരന്മാരൊക്കെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാൻ കിട്ടും. ഇത് ചരിത്രത്തിൽ അപ്പൊ യൂസുഫ് നബിക്ക് പിന്നെ ഈ കിണറ്റിലത്തെ പ്രായം ചരിത്രത്തിൽ പറയുന്നുണ്ട്. എത്ര വയസ്സ് ഇന്ന പ്രായത്തിലാണ് എന്നുള്ളത്. അതില് 2 അഭിപ്രായമുണ്ട്. പക്ഷെ ആ അഭിപ്രായത്തില് പ്രായം കൂടിയ അഭിപ്രായം എത്രയെന്നുള്ളതാണ്. 2 അഭിപ്രായമുണ്ട്. പക്ഷെ അതില് പിന്നെ കൂടിയ വയസ്സ് എത്രയാണെന്നുള്ളതാണ്. 12 എന്ന് വന്നിട്ടുണ്ട്, 13 എന്ന് വന്നിട്ടുണ്ട്. 12, 13, 12, 13, 12 വരട്ടെ അഭിപ്രായം. 2 അഭിപ്രായമുണ്ട്. അതിൽ കൂടിയ അഭിപ്രായം എത്രയാണെന്നുള്ളതാണ്. 11 എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. 13 എന്നുള്ളത് തന്നെയാണ് ശരിയായ ഉത്തരം.
11 എന്നും 13 എന്നുമാണ് അഭിപ്രായം. അതിൽ 13 എന്നാണല്ലോ കൂടിയത്. 11 വയസ്സിലാണ് എന്നുണ്ട്, 13 വയസ്സിലാണ് എന്നുണ്ട്. ഈ അവിടുന്ന് പിന്നെ ഈ കിണറ്റിൽ നിന്ന് വഴിപ്പോക്കന്മാർക്ക് കിട്ടി. അങ്ങനെ അവര് ഈജിപ്തിലെ കൈറോ പട്ടണത്തിൽ അടിമച്ചന്തയിൽ യൂസുഫിനെ വിറ്റു. അങ്ങനെ അതിന് യൂസുഫിനെ വേറൊരാള് മേടിക്കാണ്. ആരാണ് മേടിച്ചത് എന്നാണ്. ആരാണ് മേടിച്ചത്? എപ്പോഴുള്ള ചോദ്യമാണ്. ആരാണ് മേടിച്ചത്? ആരാണ് മേടിച്ചത്? അതറിയില്ല. യൂസുഫിനെ ആരാണ് മേടിച്ചത്? അടിമച്ചന്തയിൽ നിന്ന് ആരാണ് മേടിച്ചത്? മിസ്രിലെ രാജാവെന്നല്ല മേടിച്ചത്. രാജാവ് ആരെന്നാണ്? മിസ്രിലെ രാജാവല്ല മേടിച്ചത്. കച്ചവടക്കാരൻ ബുക്ക് ചെയ്യുക, മേടിക്കല്ലേ ചെയ്യുക. കച്ചവടക്കാരൻ വിൽക്കുന്ന ആൾക്കാണ് കച്ചവടക്കാരൻ. മന്ത്രി എന്ന് പറഞ്ഞാലും ശരിയാവുന്നില്ല. മന്ത്രി പറഞ്ഞാലും ശരിയാവില്ല. ഇതെന്ന് പറഞ്ഞാലൊക്കെ അറിയപ്പെട്ട ചോദ്യം, അറിയപ്പെട്ട ഉത്തരവല്ല അതൊക്കെ. ഏതായാലും വിഷമിക്കുന്ന തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അന്നത്തെ ധനമന്ത്രിയുടെ ഭാര്യയാണ് സുലൈഖയാണ് വാങ്ങിയത്. സുലൈഖാന്റെ വേണ്ടി അസീസ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. സത്യത്തിൽ സുലൈഖ വാങ്ങിയെന്നാണ് അവിടെ. സുലൈഖയാണ് വാങ്ങിക്കണം. ആരോ സുലൈഖാക്ക് വേണ്ടി വാങ്ങിയതായാലും മതി. സുലൈഖ മേടിച്ചു. അങ്ങനെ അങ്ങനെയുള്ള ഈ അങ്ങനെയാണ് ആര് ഈ ഈജിപ്തിൽ ആരെത്തുന്നത്? യൂസുഫ് നബി എത്തുന്നത്. എത്താനുള്ള ഒരു കാരണമാണ്. അതായത് ഈജിപ്തുകാരനല്ലല്ലോ ആര്? യൂസുഫ് നബി ആണോ? യൂസുഫ് നബി ഈജിപ്തുകാരനല്ല. പക്ഷെ ഈജിപ്തിൽ കച്ചവടം ഇങ്ങനെ ഈ വഴിയിലാണ് എത്തുന്നത് യൂസുഫ് നബി. വേറെപ്പെന്താ ചോദ്യം? വേറൊരു ചോദ്യം ശരിയായി വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കണത്. പിന്നെയാണെങ്കിൽ ഇങ്ങനെ ഒരേ ചോദ്യം ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു എളുപ്പമാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഒരു ചോദ്യം. ലോകത്ത് ആദ്യമായിട്ട് ഇഷ്ടിക ഉണ്ടാക്കിയതാരാണ്? ലോകത്ത് ആദ്യമായിട്ട് ഇഷ്ടികനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ഈസി ചോദ്യമാണ്. ലോകത്ത് ആദ്യമായിട്ട് ഇഷ്ടിക ഉണ്ടാക്കിയതാരാണ്? ഇബ്രാഹിം അല്ല. ലോകത്ത് ആദ്യമായിട്ട് ഇഷ്ടിക ഉണ്ടാക്കിയത്. മണ്ണിങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടിക മോട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഉണ്ടാക്കിയത്. നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അധികം കേരളത്തിലുള്ള ആ വലുപ്പത്തിലുള്ള ഇഷ്ടികയൊന്നും ചിന്തിക്കണ്ടട്ടോ. ഇഷ്ടിക എന്ന് പറയുന്ന മോഡലുള്ള രാജ്യ ലോകത്തിൽ അതിനെ രൂപകൽപ്പന ചെയ്യപ്പെട്ടതവ മണ്ണിങ്ങനെ കുഴച്ചിട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഇഷ്ടിക ഉണ്ടല്ലോ അത്. ദാവൂദ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാവൂദ്, ഇബ്രാഹിം, കുഞ്ഞാപ്പു, ഇദ്രീസ്. ഏതായാലും ലോകത്ത് ആദ്യമായിട്ട് ഇഷ്ടിക ഉണ്ടാക്കിയത് അന്നത്തെ ഈജിപ്തിലെ സമുദായം. അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ല, തിബത്തികൾ എന്ന് പറഞ്ഞില്ല. ഈ തിബത്തികളാണ് ആദ്യമായിട്ട് ഇഷ്ടിക ഉണ്ടാക്കിയതെന്നാണ്. ആദ്യമായി ലോകത്ത് ഇഷ്ടിക ഉണ്ടാക്കിയത് തിബത്തികളാണ്. തിബത്തികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, മിസ്രിലെ അന്നത്തെ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് പറഞ്ഞതാണ്. മൊത്തത്തിലുള്ള ജനതയ്ക്ക് പറഞ്ഞതാണ് ഈ ഇത്. പക്ഷെ അവിടെ നമ്മൾ വേറെ ചിന്തിക്കേണ്ടതുണ്ട്. തിബത്തികളാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചെങ്കിലും തിബത്തികൾ ആരെ കൊണ്ടാണ് പണിയെടുപ്പിച്ചത് അറിയോ?
അതൊക്കെ ചരിത്രം അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് ഈ യൂസുഫ് നബി അങ്ങനെ യൂസുഫ് നബിന്റെ കാലം അങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ യൂസുഫ് നബിന്റെ കാലഘട്ടത്തിന് ശേഷം, അതായത് യൂസുഫ് നബി പിന്നെ ഈ ചരിത്രം കുറച്ചൊരു പറഞ്ഞുതരാം. യൂസുഫ് നബി നമ്മൾ ജയിലിലായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ അടിമച്ചന്തയിൽ ചെന്നു, പിന്നെ സുലൈഖ ബീവി വാങ്ങി, അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി. അവസാനം പിന്നെ യൂസുഫ് ഖദീജ ബി അല്ല സുലൈഖ ബീവിയും തമ്മിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഖുർആനിലൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായി. പിന്നെ യൂസുഫ് നബിനെ ജയിലിലാക്കിയിട്ട് ഇങ്ങനത്തെ ഈ സ്വപ്ന വ്യാഖ്യാനത്തിന് ആ ഒരു കാരണത്താല് പിന്നെ ജയിലിൽ നിന്ന് മോചിതനായി. അങ്ങനെ പിന്നെ ഈ സംഭവം പറഞ്ഞപ്പോ പിന്നെ അന്നത്തെ ഫിറഔൻ അന്നത്തെ രാജാവ് തന്നെ യൂസുഫിനെ തന്നെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് യൂസുഫ് നബി അവിടുത്തെ ഒരു വസീർ പിന്നെ ധനമന്ത്രിയാണ്. ഈ ധനമന്ത്രി ആയിരുന്ന കാലത്ത് പിന്നെന്ത് സംഭവിച്ചു? ധനമന്ത്രി ആയിക്കൊണ്ടിരിക്കുമ്പോ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഈ ശിഷ്യന്മാർക്ക് അവിടുത്തെ ഈ യൂസുഫ് നബി എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. കാരണം എന്താ, നാട്ടിലുള്ള ഒരു വലിയൊരു പുരോഗതി. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഞാൻ കുറച്ച് കാര്യം പറയണം. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലൊന്ന് പിന്നെ അറിയിച്ചാൽ മതി, കേൾക്കുന്നുണ്ടാവുമല്ലോ എന്നുള്ളത്. പിന്നെ അങ്ങനെ യൂസുഫ് നബി അല്ലെ, ഇപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറച്ചിൽ നിങ്ങൾ ഇങ്ങനെ ഉറങ്ങലാവും, അതില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. യൂസുഫ് നബി ധനമന്ത്രിയായി അവിടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഭയങ്കര പിന്നെ വിവരം, അതായത് പിന്നെ ഈ രാജാവ് പിന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ചു കാലം എന്താണ് ക്ഷയമാണ്, മറ്റു കുറച്ചു കാലം ക്ഷാമാണ്. ക്ഷാമം മനസ്സിലായില്ല. അങ്ങനെ ഇത് ചോദിച്ചപ്പോ ഇത് ആ ക്ഷേമ കാലത്ത് നല്ല കൃഷിയൊക്കെ ചെയ്തിട്ട് ബറം ഉള്ള കാലത്തേക്ക് എടുത്തു വെക്കുക എന്നുള്ള ഒരു ഐഡിയ ആരാണ്? യൂസുഫ് നബിയാണ് രാജാവിന് പറഞ്ഞു കൊടുത്തത്. അന്നത്തെ രാജാവ് ഒരു പാവായിരുന്നു, ഒരു ഇതൊന്നുണ്ടാ, മറ്റേ രാജാവിന്റെ മാതിരി ധിക്കാരൊന്നായിരുന്നതാണ്, സാധുവായിരുന്നത്ര രാജാവ്. ആ രാജാവിന് ഫിറഔൻ തന്നെയാണ് പറയട്ടായ. നമ്മൾ പറഞ്ഞല്ലോ, ആ കാലത്തെ ഓരോ കുടുംബ ഗോത്രത്തിലെ തലവനുള്ള പേരാണ്. ഒരു രാജാവാവും, ആ രാജാവിന്റെ സ്ഥാനപ്പേരാണ് ഫിറഔൻ എന്നുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ യൂസുഫ് നബി ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ നല്ല ഉഷാറായി, നാട്ടിൽ നല്ല പുരോഗതി ഒക്കെ ഉണ്ടായി. ഇങ്ങനെ പുരോഗതി ഉണ്ടായപ്പോ യൂസുഫ് നബി മാത്രമാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ യൂസുഫ് നബിനോട് മറ്റ് നാട്ടുകാരൊക്കെ ഇവരൊക്കെ കൂടി ആവശ്യപ്പെട്ടു, യൂസുഫ് നബിന്റെ കുടുംബത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഗൾഫിലേക്ക് ഫാമിലി വിസ കിട്ടണമാതിരി എന്താവുകയാണ്, യൂസുഫ് നബി പിന്നെ കുടുംബത്തെ മറ്റേ ഈജിപ്തിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ കൊടുന്നു. അവിടെ പിന്നെ അന്നൊക്കെ നല്ല ഉഷാറായിരുന്നു. കാരണം വസീറുമാര് യൂസുഫ് നബിയാണ്. അപ്പം ആ സഹോദരന്മാർക്കും കുടുംബത്തിനൊക്കെ നല്ല ഉഷാറായിട്ട് സഹായങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ ഇവരവിടുന്ന് മക്കൾ പേരക്കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ഉണ്ടായി. പിന്നെ യൂസുഫ് നബിന്റെ കാലഘട്ടത്തിന്റെ ശേഷം യൂസുഫ് നബിന്റെ പിന്നെ ഈ 11 ബാക്കി മക്കളൊക്കെ ഉണ്ടാകുന്ന ആ സമയത്തും നല്ല സുഖം തന്നെ ആയിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. ആർക്ക്? ഈ പിന്നെ ഫാമിലി വിസക്ക് വന്നവർ എന്ന് പറയാലോ ഒരു അർത്ഥത്തില്. ഏതായാലും അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു. ഇവരാണെങ്കിലോ ഇപ്പൊ ഇങ്ങനെ പെരുകി കുറെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരുപാട് ഇതായി. അവസാനം എന്തായി? യൂസുഫ് നബിന്റെ കാലം മറ്റുള്ളവരുടെ കാലം കഴിഞ്ഞപ്പോ എന്തായി? പിന്നെ ഇവരുടെ ഈ കുടുംബത്തിൽ ഈ ഫാമിലിയിലെ ആളുകൾ ഈ ഭരണത്തിൽ ഇല്ലാത്തൊരു കാലം വന്നപ്പോ ഈ എന്താ ഈജിപ്ഷ്യര് എന്ത് ചെയ്തു? പിന്നെ അന്നത്തെ മറ്റേ സ്വന്തം മിസ്രികളുടെ അധികാരത്തിലായപ്പോ പിന്നെ ഈ വന്നവർക്ക് ഒരു വലിയ കാര്യമൊന്നുമില്ലാതായി. ചുരുക്കി പറഞ്ഞാൽ വിഷമത്തിലായി. ചുരുക്കി പറഞ്ഞാല് പിന്നെ ജോലിയില്ല, ഭക്ഷണമില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലെത്തി. പിന്നെ ആദ്യം ഉണ്ടായി കുറെയൊക്കെ ഇവര് ജോലി കൊടുക്കൽ തുടങ്ങി. ഇവരുടെ കൂലിക്കാരായി ആര്? യൂസുഫ് നബിന്റെ തലമുറ ഈജിപ്ഷ്യരുടെ മിസ്രികളുടെ ജോലി കൊടുക്കും ചെയ്യാതെ, ശമ്പളമൊന്നും കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു അടിമത്ത അവസ്ഥയിലേക്ക് എത്തി. അടിമത്ത അവസ്ഥയിൽ കാലം അങ്ങനെ കഴിഞ്ഞു പോയപ്പോഴത്തേന് കുറെ കാലം കഴിഞ്ഞിട്ട് അങ്ങനെ അടിമകളായത്ത ഒരു അവസ്ഥയിലെത്തി. ഈ അടിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര കണ്ട്? ചാട്ടവാറിന്റെ അടി കൊള്ളാത്ത സമയത്ത് ഉറങ്ങുക, ചാട്ടവാർ അടി കൊള്ളണ സമയത്തൊക്കെ ജോലി. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ചോക്കാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാ പറഞ്ഞു. ഏതായാലും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇവര് ഈ ഇഷ്ടിക ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. തിബത്തികൾ കണ്ടുപിടുത്താണ് ഇഷ്ടിക. പക്ഷെ അവരുടെ ജോലിക്കാരായിരുന്നു ഈ പിന്നെ
ഇപ്പൊ നമുക്കറിയാലോ, പിന്നെ യാക്കൂബ് നബിന്റെ പേർക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയാന്ന് പറഞ്ഞല്ലോ. ഈ ഇസ്രായേലിയര് എന്നാണ് അവരുടെ ജോലിക്കാരായിരുന്നു. ഇവർക്കാണ് ഇസ്രായേലിയർ എന്ന് പറയട്ടെ. ആർക്ക്? ഖിബ്തികളും ഇസ്രായേലിയരുമാണ്. ഖിബ്തികൾ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യര്, ഇസ്രായേലിയർ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിനെ അടിമത്ത ആ അവസ്ഥയിലേക്ക് എത്തിയിട്ട് അങ്ങനെ പരമ്പരയായിട്ട് കുട്ടികൾ പിന്നെ യൂസുഫ് നബിന്റെ കുടുംബത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്തു. അങ്ങനെ പരമ്പരയായിട്ടുള്ള അവരാണ് ആര്? പിന്നെ യാക്കൂബ് നബിന്റെ പരമ്പരക്കാലം എന്താ പറയാ? ഇസ്രായേലിയർ എന്ന് പറയാം. യാക്കൂബ് എന്നുള്ളതിന്റെ പേരാലോ ഒന്ന് ഇസ്രായേൽ എന്ന സ്ഥാനപ്പേര്. ഏതായാലും ഇവര് പിന്നെ അടിമ എന്നൊക്കെ മിസ്രികളൊക്കെ ഈജിപ്ഷ്യര് ഇവരെ, അതായത് യൂസുഫ് നബിന്റെ പിൻതലമുറയെ, യാക്കൂബ് നബിന്റെ പിൻതലമുറയെ അടിമകൾ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയ്ക്ക് എത്തി. എന്തുകൊണ്ടെന്നാൽ ഈ യൂസുഫ് നബി അടിമയായിട്ട് വന്നതാണ്, ചന്തയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ അടിമയായിട്ട് തന്നെയാണ് വന്നത്. അപ്പൊ അതിന് തിരിച്ചു മറിച്ചൊന്നും പറയാൻ പറ്റാത്ത സത്യത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടേനും. അപ്പൊ ഇവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവർക്ക്, അഥവാ ഈ ഇസ്രായേലിയർക്ക്, അഥവാ യൂസുഫ് നബിന്റെ പിൻതലമുറക്കാർക്ക്, യാക്കൂബ് നബിന്റെ ശേഷം അവർക്ക് എന്തായി? തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷേ തിരിച്ചു പോകുമ്പോ അവരെ പറഞ്ഞയക്കും ചെയ്തില്ല, പോവാൻ സമ്മതിക്കും ചെയ്തില്ല. ചുരുക്കത്തിൽ ഇവരുടെ ഒരു കുടുംബമായി ബന്ധപ്പെടാനും കൂടി, ഭാര്യയുമായി ബന്ധപ്പെടാനും കൂടി, അവരുടെ ജീവിതം നയിക്കാനും കൂടി സാധിക്കാത്ത, അതിനും കൂടി സമ്മതിക്കാത്ത ഒരവസ്ഥയായി. അവസ്ഥ എന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ അടിമ ജീവിതമായിരുന്നു ഇവരൊക്കെ നയിച്ചിരുന്നത്. അടുത്ത ആണുങ്ങളൊക്കെ എന്താക്കും? അടിമയാക്കും. പെണ്ണുങ്ങളൊക്കെ ഇവരുടെ പിന്നെ വപ്പാട്ടികളാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനത എത്തിപ്പെടുക. മനസ്സിലായി? അങ്ങനെ ഇസ്രായേൽ ജനത എത്തിപ്പെട്ടു. ഇതിൽപ്പെട്ട ഈ ഇസ്രായേലി ഒരു വനിതയാണ് ആര്? ഇസ്രായേലി വനിതയാണ് ആസിയ ബി, ഫിർഔന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വപ്പാട്ടിയാക്കി വെച്ചതാണ്. പക്ഷേ ആസിയ ബീവിന്റെ അനുഗ്രഹം, അതിന്റെ പ്രത്യേകത, ഈ ഫിർഔന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആസിയയുമായി ബന്ധപ്പെടാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് ചരിത്രം. അത് ആസിയ ബീവിന്റെ പ്രത്യേകത. ഏതായാലും ഇങ്ങനെ ഖിബ്തികൾ അന്ന് അവരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിച്ചു. അങ്ങനെ കൂലി കൊടുക്കാതൊക്കെ ജോലി ചെയ്യിപ്പിച്ചതിൽപ്പെട്ടതാണ് ഏത്? ഈ ഇഷ്ടിക ഉണ്ടാക്കലും. അതിൽപ്പെട്ടത് തന്നെയാണ് എന്ത്? പിരമിഡ് എന്നുള്ളത്. പിരമിഡ് ഉണ്ടല്ലോ, ഈജിപ്തിലെ പിരമിഡ് ഉണ്ടല്ലോ, അത് ഇവര് ജോലിയൊന്നും കൊടുക്കാതെ അടിമത്തെ പണി ചെയ്യിപ്പിച്ചിട്ട് ഈ ഖിബ്തികള് ഇസ്രായേലിയരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈജിപ്തിലെ പിരമിഡ് എന്നാണ് പറയുന്നത്. അത് നോക്കിയാലോ എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടാവും അവർക്കത് ഉണ്ടാക്കാൻ. അങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ യൂസുഫ് നബിന്റെ പിന്നിലുള്ള ശേഷമുള്ള ചരിത്രമാണ് യൂസുഫ് നബിന്റെ കാലത്തും അവരുടെ ഈ 11 ബാക്കി അങ്ങനത്തെവരുടെയൊക്കെ കാലത്തൊക്കെ നല്ല സുഖമായിരുന്നെങ്കിലും അവരുടെ കാലശേഷം ഇവർ അതിശക്തമായ ബുദ്ധിമുട്ടിലേക്ക് ഈ ജനത എത്തിപ്പെടുകയാണ്. ഏത് ജനത? യാക്കൂബ് നബിന്റെ പരമ്പര